വൈകിയാണ് രക്ഷാപ്രവർത്തകർക്ക് അപകട സ്ഥലത്ത് എത്താൻ സാധിച്ചത്. പ്രതികൂല കാലാവസ്ഥയായിരുന്നു പ്രധാന വെല്ലുവിളി. ജീവന്റെ ഒരു തുടിപ്പ് പോലും അവശേഷിക്കുന്നില്ല എന്ന് രക്ഷാപ്രവർത്തകർ വ്യക്തമാക്കിയിരുന്നു. തുർക്കിയുടെ ഡ്രോൺ സംഘമാണ് ഹെലികോപ്റ്റർ കണ്ടെത്തിയത്. മലയിടുക്കുകളിൽ തട്ടിയാണ് അപകടം സംഭവിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരം. പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മത്തി, ഇറാന്റെ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ആയത്തുള്ള മുഹമ്മദ് അലി അൽ ഹഷേം എന്നിവരും ഹെലികോപ്റ്ററിൽ റെയ്സിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൊല്ലപ്പെട്ടു. 3 ഹെലികോപ്റ്ററുകളാണ് പ്രസിഡന്റിന്റെ യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മറ്റ് 2 ഹെലികോപ്റ്ററുകളും സുരക്ഷിതമാണ്. ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ ഇന്നലെ ക്യുസ്കലാസി അണക്കെട്ട് ഉദ്ഘാടനത്തിനായിട്ടാണ് റെയ്സി എത്തിയത്. അസർബൈജാൻ പ്രസിഡന്റ് അൽഫഹം അലിയേവും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ജുഡീഷ്യറിയുടെ തലവനായിരിക്കെ